എനിക്കൊരു കല്യാണാലോചനയും കൊണ്ട് പോയതേനു. നിങ്ങളറിയണം, 11ാമത്തെ വയസ്സിൽ ഞാൻ ഫസ്റ്റ് മീൻകറി ഉണ്ടാക്കിയ എനിക്കൊരു 11 വയസ്സുള്ള ഒരു സമയത്ത് 3 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയിക്ക്. ഓണം കഴിഞ്ഞിട്ടേ ഇനി വരും എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് ടൗണിലേക്ക്. അങ്ങനെ 34 കൊല്ലം ബാക്കോട്ടേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് നോക്കുമ്പോൾ മീനും ചിക്കനും എല്ലാം കഴിഞ്ഞിക്ക്. മീൻ കൊണ്ടിരുന്ന ആളാണെങ്കിൽ 3 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയിക്ക്. ഓണം കഴിഞ്ഞിട്ടേ ഇനി വരും എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് ടൗണിലേക്ക്. അങ്ങനെ നല്ല പടക്കുന്ന അയില കൊണ്ടുവന്ന് അത് കറി വെക്കുകയും വേണം, പൊരിക്കുകയും വേണം. പൊരിക്കുന്നതിനുള്ള അയില ഞാനിതാ മഞ്ഞളും മുളകും കുറച്ച് ഉപ്പും സുർക്കയും എല്ലാം ഇട്ട് നല്ലോണം പെരക്കി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം മീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊരിക്കുന്ന മീൻ മാത്രം കട്ട് ചെയ്യാണ്ട് അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് പെരക്കി ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ട് അത് നമുക്ക് പൊരിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് മീൻ കറി വെക്കുന്നതിനുള്ള തക്കാളിയും പച്ചമുളകും കറിവേപ്പില അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ ചായ കുടിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ചോറ് തിന്നാന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ മീനിട്ട് കൊടുക്കട്ടെ. പിന്നെ ഇതാ തക്കാളി മുറിച്ചിടുന്നുണ്ട്. ഞാൻ ഇന്ന് വാട്ടിയിട്ടല്ല കറി ഉണ്ടാക്കുന്നത്. തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾ മുളകും ഇട്ട് പുളിവെള്ളവും പറഞ്ഞിട്ട് തീയൽ വെക്കുന്ന, എന്നിട്ട് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് വറവ് വയ്ക്കുന്ന. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു 34 കൊല്ലം ബാക്കോട്ടേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് മീൻ കറി ഉണ്ടാക്കിയ എനിക്കൊരു 11 വയസ്സുള്ള ഒരു സമയത്താണ്. അന്ന് ഞാൻ മീൻകറി ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനിയൻ, അതായത് എളാപ്പ, എനിക്കൊരു കല്യാണാലോചനയും കൊണ്ട് പോയതേനു. നിങ്ങളറിയണം, 11ാമത്തെ വയസ്സിൽ അതിനെ കൊണ്ട് ഈ മീൻകറിയെല്ലാം നല്ലോണം ഉണ്ടാക്കിക്കുന്നത്. പെട്ടെന്ന് വിൽക്കണമെല്ലാം, വിൽപ്പന നടത്തലല്ല അന്ന് പെൺകുട്ടികളാണ്. അങ്ങനെ ഞാൻ ചോറുണ്ടാക്കി കറി ഉണ്ടാക്കുന്ന സമയത്ത് എളിയാപ്പ തിരിച്ച് വന്ന് ഇങ്ങനെ ഞാൻ പോയി, ഇനി ഇന്നേ ഒരു ദിവസം വരുമെന്ന് പറയണമല്ലോ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട്. അതിന് എളിയാപ്പ വന്നത്. അപ്പോൾ വന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് തേങ്ങ അരക്കുകയും കറി ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നത് ഉമ്മ കേൾക്കുന്നുണ്ട്. എളിയാപ്പാനോട് പറഞ്ഞ് ഇവിടെ ചോറാകുന്നുണ്ട് പോവല്ല. അപ്പോൾ എളിയാപ്പ പറഞ്ഞ് ഇല്ലേ 12 മണിക്കല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ എന്ത് ചോറാ, ഞാൻ പോന്നാന്ന് പറഞ്ഞ് എളിയാപ്പ അങ്ങ് പോയി. അങ്ങനെ എൻ്റെ ഉമ്മ എന്താക്കി, ഞാനിങ്ങനെ സ്വപ്നം കാണുന്ന എന്ത് എളിയാപ്പ ഇപ്പം എൻ്റെ ചോറ് തിന്നിട്ട് പറയും, എന്താ കറി, സൂപ്പർ കറിയാ, ഇതാരാ ഉണ്ടാക്കിയത്, ഓക്ക് ചെന്നിടത്തിലെല്ലാം നല്ല അഭിപ്രായമായിരിക്കും, ഇത്ര നല്ല കറി ഉണ്ടാക്കിയിട്ടെല്ലാം. അങ്ങനെയെല്ലാം ഞാനിങ്ങനെ സ്വപ്നം കാണുന്ന സമയത്താണ് അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ അടുക്കളയിലേക്ക് വന്നത്. എൻ്റെ ഉമ്മ അടുക്കളയിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ ഉമ്മ കറിയൊന്ന് നോക്കി, ഇങ്ങനെ 2-3 കോരൽ കോരി ഉമ്മ ഒന്നിങ്ങനെ മുക്കുമ്പോൾ നമ്മളെ ഇടയിലോട്ട് മഴവെള്ളം പോവല്ലോ, ആ ഒരു വെള്ളം എൻ്റെ കറീനെക്കാട്ടിലും കട്ടിയുണ്ടാവും. ആ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം അമ്മി കഴുകി ഉമ്മാമ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. തേങ്ങ അരച്ചാൽ നല്ലോണം കൈശയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകണമെന്ന് ഉമ്മാമ പഠിപ്പിച്ചത്. എല്ലാം പിന്നെ കുറേ കാലം കഴിഞ്ഞാലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം മനസ്സിലായി. പക്ഷെ 11ാമത്തെ വയസ്സിൽ മീൻ കറി ഉണ്ടാക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മിക്കുട്ടിയാണെങ്കിൽ റബ്ബേ കാൽമേൽ വീണിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനത്തെ അമ്മിക്കുട്ടിയാണ്. മിക്സിയൊന്നും ഇല്ല. പെൺകുട്ടികൾ ആരാൻ്റെ പുരയിൽ പോയാൽ ഇതും ചോദിച്ചിട്ട് ഉമ്മ വന്നേ. ഈ കറി മുക്കുമ്പോൾ ഉമ്മ അതാ ചോദിക്കുന്നത്, ഞാൻ ആരാൻ്റെ പുരയിൽ പോകേണ്ടതല്ലേ, ആരാൻ്റെ പുരയിൽ എനിക്കെന്തിനാ പിന്നെ പിയാപ്പിളിനെ നോക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് പിയാപ്പിളിനെ നോക്കുന്നത്, കൊണായിപ്പോയില്ല എളിയാപ്പ ചോറിന് നിൽക്കാത്തത്, എളിയാപ്പ ചോറിന് നിന്നിട്ടുണ്ടെങ്കിൽ എന്തേനും അവസ്ഥ, ഇതെല്ലാം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പിന്നെ കുറേ കരഞ്ഞ് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി എനിക്ക്.
കാരണം സാരമില്ല, ഇത്രയും ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റിയല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു പറയൽ. അതൊന്നുമില്ല. അന്നെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടല്ല. ഇന്നൊന്നും പിന്നെ നമുക്ക് കയ്യെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ എടുക്കാണ്ട് അവിടെ നിൽക്കുക. എന്നിപ്പോൾ ആരും വന്ന് ചോദിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരും അന്നത്തെ ആ ഒരു അനുഭവം. ആ കല്യാണം എൻ്റെ നടന്നിക്കില്ല കേട്ടാ. മീൻകറി ഒന്നായിട്ടൊന്നുമല്ല കല്യാണം നടക്കാണ്ടുന്നത്. ഞാൻ ഹൈറ്റിനൊത്ത വെയ്റ്റിനൊത്ത ഹൈറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു 10-26 വയസ്സായി. 3 കുട്ടികളെയും പ്രസവിച്ചതിന് ശേഷം ഞാൻ ഹൈറ്റായത്. അതുവരെ ഞാൻ ഹൈറ്റ് കുറഞ്ഞിട്ടേനു. അങ്ങനെയെല്ലാണ് എൻ്റെ മീൻകറി കഥ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ, അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണുണ്ടാകും. പിന്നെ അതാ മോനിക്ക് ഒരു 12 മണിക്ക് ഷോപ്പിൽ പോകണം. മോനിപ്പോൾ ലേറ്റായിട്ടാണ് വരുന്നത്. അതായത് ഓണം, നബിദിനം, അതിൻ്റെ എല്ലാം തിരക്കുണ്ടാവുമല്ലോ. കുറച്ച് ലേറ്റായിട്ടാണ് അങ്ങോട്ടും പോകുന്നത്. ഇന്ന് ഞാൻ മീനെല്ലാം വാങ്ങാൻ പോയതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ പറ്റിയില്ലേനും. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് ചോറുണ്ടാക്കിയിട്ട് തിന്നാം, എന്നാൽ പിന്നെ ഇങ്ങനെ ടിഫിയിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടാലും. അങ്ങനെ നമ്മളോരോ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചോറ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമെല്ലാം ഇങ്ങനെ മിണ്ടവും പറയലും ചെയ്യും. കാരണം ഓനിപ്പോൾ ലേറ്റായിട്ടല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒന്നും പറയാനൊന്നും സമയം ഉണ്ടാവില്ല. ഞാനിന്ന് മീൻ വാങ്ങാൻ പോയതും ഇന്ന് നബിദിന റാലി ഉണ്ടേനും ആ ബ്ലോക്ക് പെട്ടതും എണ്ണ അടിച്ചതും അങ്ങനെയെല്ലാം കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്